കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്നു ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എന്റെ 29-ാമത്തെ വാക്യം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്. ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവഴുത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുക്രിസ്തുവും യഹൂദന്മാരുമായുള്ള ഒരു സംഭാഷണമാണ് വായിച്ചു കേട്ട ദൈവവചന ഭാഗം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 21 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അതിന്റെ പശ്ചാത്തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രൈസ്. ഇവിടെ യേശു പറയുന്നത്, ഹല്ലേലൂയ, അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രൈസ്. അപ്പൊ എന്നെ എന്റെ പിതാവ് ഏകനായി വിട്ടിട്ടില്ല എന്നുള്ളതാണ് യേശു ക്രിസ്തുവിന്റെ സാക്ഷ്യം തന്നെ. പ്രൈസ്. ഞാൻ തനിച്ചിരിക്കുവാൻ ആഗ്രഹിച്ചാൽ പോലും എന്റെ പിതാവ് ഒരിക്കലും ഞാൻ തനിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. യേശു തനിച്ചിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. ഏകാന്തതയുടെ കലകത്തിലും പ്രശ്നങ്ങളുടെ നടുവിലും ഒരിക്കലും ക്രിസ്തുവിനെ ഹല്ലേലൂയ തളർത്തുവാൻ കഴിയാത്ത വിധത്തിൽ ഹല്ലേലൂയ അല്ലെ ക്രിസ്തു കലങ്ങിപ്പോകാതിരിക്കത്തക്ക നിലയിൽ പിതാവ് തന്നോട് കൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും തന്നെ സ്പർശിക്കുന്നില്ല. ഹല്ലേലൂയ. പിതാവ് എപ്പോഴും അവരോട് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുപോലെ നമ്മളും കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഒരിക്കലും ഏകാന്തതയിൽ കലങ്ങിപ്പോകുകയില്ല. ക്രിസ്തുവിനോടുകൂടെ പിതാവ് എപ്പോഴും ഉണ്ടായിരുന്ന പോലെ നമ്മോടുകൂടെ ക്രിസ്തു ഉണ്ടായിരിക്കണം. നമ്മൾ ക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരിക്കണം. അപ്പൊ യേശു എപ്പോഴും പിതാവിൽ വസിക്കുന്നു, പിതാവ് എപ്പോഴും പുത്രനിൽ വസിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഹല്ലേലൂയ നിരാശപ്പെട്ടു പോകണ്ട. യേശുവിനെ ഏകനായി വിടാതെ യേശുവിനോട് കൂടെ ഇരുന്ന ഒരു പിതാവ് ഉള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഹല്ലേലൂയ. ചിലർ പറയാറുണ്ടല്ലോ, എനിക്ക് ആരുമില്ല എന്നെ നോക്കുവാൻ, എന്നെ സംരക്ഷിക്കുവാൻ, എന്റെ കാര്യം അന്വേഷിക്കുവാൻ, എന്നെ കുറിച്ച് ആലോചിക്കുവാൻ ആരുമില്ല, ഞാൻ ഏകനാണ്, ഏകാന്തതയിലാണ്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നൊക്കെ പലരും പലവിധമായ ഒഴിവുകഴിവുകൾ പറഞ്ഞ് ഹല്ലേലൂയ നിൽക്കുന്നത് കാണാൻ കഴിയും. അവരോടായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയണം, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. പ്രൈസ്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും കർത്താവ് അനാഥനായി വിടത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം 14 വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയും. 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴൊക്കെ യേശു ക്രിസ്തുവും നമ്മളുമായിട്ടുള്ള ബന്ധങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നമ്മളെ ഒരിക്കലും അനാഥനായി നമ്മുടെ കർത്താവ് വിടത്തില്ല. അപ്പൊ യേശു ഒരിക്കലും അനാഥനായിരിക്കുന്നില്ല, തന്നെ അനാഥനായിരിക്കാൻ സമ്മതിക്കുന്നില്ല, കലക്കങ്ങളും പ്രശ്നങ്ങളും തന്നെ സ്പർശിക്കുന്നില്ല. കാരണം പിതാവിനോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് താൻ എപ്പോഴും തന്റെ പ്രവൃത്തിയിൽ ആമെ ഒരു വലിയ സാന്നിധ്യം അനുഭവിക്കുക. ഇത് യേശുവിന്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു നല്ല സാക്ഷ്യം നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ തളർന്നു പോകരുതെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക. ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും ഒക്കെ കടന്നു വരുമ്പോൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഞാനും നിങ്ങളും എപ്പോഴും തളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തളരുന്ന സാധ്യതകളിൽ നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമ്മെ ആശ്വസിപ്പിച്ച് നിർത്തുവാൻ, നമ്മെ താങ്ങി നിർത്തുവാൻ, നമുക്ക് നമ്മെ ചേർത്ത് നിർത്തുവാൻ ശക്തനായ ഒരു ദൈവം നമുക്കുണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് നമ്മളെപ്പോഴും പിതാവിന്റെ സാന്നിധ്യം, യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കണം. ഹല്ലേലൂയ. ഈ വചന ചരിത്രങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവൻ പിന്നെയും അവരോട്, ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. യേശു യഹൂദന്മാരോട് പറഞ്ഞത്. പക്ഷെ യഹൂദന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. യഹൂദന്മാർക്ക് യേശു പറഞ്ഞ ആ വാക്യത്തിനകത്തെ
പൊരുളുകൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു. ഞാൻ പോകുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കും, ഞാൻ പോകുന്ന ഇടത്തേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അവിടെ തന്നെ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? നിങ്ങൾ പാപത്തിൽ മരിക്കും. പാപത്തിലായിരിക്കുന്ന ജനത്തിന് യേശുവിനോട് കൂടെ ചെല്ലുവാൻ കഴിയത്തില്ല. ചരിത്രം വായിക്കുമ്പോൾ അപ്പൊ യഹൂദന്മാർ ഈ വാക്ക് കേട്ടിട്ട് അവർ ചിന്തിച്ചത്, യേശുക്രിസ്തു ആത്മഹത്യ ചെയ്യുവാൻ ഒരുങ്ങുകയാണോ? ആത്മഹത്യ ചെയ്യുന്നവർ സ്വർഗത്തിൽ പോകുകയില്ല എന്നായിരുന്നു യഹൂദന്മാരുടെ വിശ്വാസം. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ യേശു ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് യഹൂദന്മാർ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ചിന്തിക്കുക. ഹല്ലേലൂയ. എന്നാൽ യേശു പറഞ്ഞത്, പാപങ്ങൾ ക്ഷമിച്ച് കിട്ടാതെ മരിക്കുന്നവർ, പാപത്തിന് പരിഹാരം വരുത്താതെ പാപത്തിൽ മരിക്കുന്നവന് എന്റെ അടുക്കൽ വരുവാൻ കഴിയില്ലെന്നാണ്. ഹല്ലേലൂയ. അപ്പം പാപത്തിൽ മരിക്കുന്നവൻ, പാപത്തിൽ ജീവിക്കുന്നവൻ മരിച്ചാൽ, പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും യേശുക്രിസ്തുവിന്റെ അരികിൽ ദൈവരാജ്യത്തിൽ, സ്വർഗരാജ്യത്തിൽ ചെല്ലുവാൻ കഴിയുകയില്ല എന്നുള്ളതാണ് യേശുക്രിസ്തു ഹല്ലേലൂയ യഹൂദന്മാരോട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനഭാഗമൊക്കെ വായിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ദൈവം അവസരങ്ങൾ ഒരുപാട് തരുന്നുണ്ട്, ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്, ഒരുപാട് സാഹചര്യങ്ങൾ, സന്ദർഭം തരുന്നുണ്ട്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്രമാത്രം അവസരങ്ങൾ, സാഹചര്യങ്ങൾ നൽകുന്നത്? നിങ്ങൾ പാപത്തിൽ മരിച്ച് നിത്യമായി നരകത്തിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവം അവസരം തരികയാണ്. കാരണം നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് വിശുദ്ധ ജീവിതം നയിച്ച് ഒന്നെങ്കിൽ നിങ്ങളുടെ മരണത്തോടുകൂടി അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനോടുകൂടി നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്, യേശു ആഗ്രഹിക്കുന്നത്. യഹൂദന്മാരെന്ത് ചെയ്തു? ഹല്ലേലൂയ, അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക. യേശു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അവരുടെ ചിന്ത തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക. അങ്ങനല്ല യഹൂദന്മാരോട് പറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കുന്നു. അത് യോഹന്നാന്റെ വിശേഷം 8-21 വാക്യത്തിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇന്നും ഈ വചനം പലരോടും പറയുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല. യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യഹൂദന്മാർക്ക് ഈ വചനം മനസ്സിലാകാതിരുന്നത് പോലെ തന്നെ ഇന്നും അനവധി ആളുകളോട് ഈ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ അവർക്ക് ഈ ദൈവത്തിന്റെ വചനം മനസ്സിലാകാത്തത് കൊണ്ടാണ് പലപ്പോഴും അവർ ദൈവവചനം പ്രസംഗിക്കുന്നവരെതിരെ അല്ലെങ്കിൽ വിരോധികളായി മാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, എന്നെ കേൾക്കുന്ന പ്രശ്ന, യേശു യഹൂദന്മാരോട് പറയുകയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട്. അപ്പൊ യേശുക്രിസ്തു ദൈവത്തിന്, പിതാവിന് പ്രസാദമുള്ളതാ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം നാം പിതാവിന് പ്രസാദമുള്ളത് ചെയ്യണം. ലോകത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിക്കരുത്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ഇവിടുത്തെ മത നേതാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി, ഇവിടുത്തെ ആത്മീയ സംഘടനകളെ നേതാക്കന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടി നിങ്ങളൊന്നും ചെയ്യരുത്. ഇവിടുത്തെ മത നേതാക്കന്മാരെയോ സംഘടനകളെയോ രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഇവിടുത്തെ മറ്റാളുകളെ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. പാപത്തിൽ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ഓഹരി എന്ന് പറഞ്ഞാൽ തീയും ഗന്ധവും കത്തുന്ന നരകക്കടല. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ യേശു പറയാണ്, ഞാൻ എപ്പോഴും പിതാവിന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവരെന്നെ ഏകനായി വിട്ടിട്ടില്ല. രക്താംശയം. ഹല്ലേലൂയ. ഇന്ന് പകരം ദൈവത്തിന് കേൾക്കുന്ന ശ്രോതാവെ, ദൈവത്തിന്റെ ആത്മാവിന് പറയുവാനുള്ള യഥാർത്ഥ ദൂതെന്ന് പറയുന്നത്, താങ്കളുടെ ഒരുപക്ഷെ 70-80 വയസ്സിലേക്ക് താങ്കൾ നിൽക്കുന്നത്, ഒരുപക്ഷെ അതിൻ്റെ ഇട്ട് മുമ്പിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ചെറിയ പ്രായത്തിലായിരിക്കാം നിൽക്കുന്നത്. ഏത് പ്രായവുമാകട്ടെ, നിങ്ങൾക്ക് ലഭിച്ച പ്രായത്തിന്റെ നിങ്ങൾ നിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിന് ശുദ്ധീകരണം വരുത്തി വിശുദ്ധ ജീവിതം നയിക്കുന്നെങ്കിൽ മാത്രമേ യേശുക്രിസ്തു പോയ സ്ഥലം, എന്ന് പറയുന്ന പിതാവിന്റെ സന്നിധിയില്, ഹല്ലേലൂയ, നമുക്ക് ചെന്ന് ചേരുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. മനുഷ്യർ പഠിപ്പിക്കുന്ന, മതങ്ങൾ പഠിപ്പിക്കുന്ന ഊഹാപോഹ കഥകൾ കൊണ്ട്, മനുഷ്യന്റെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മെനഞ്ഞെടുത്ത ചിന്തകൾ കൊണ്ടും അവരുടെ പ്രവൃത്തികൾ കൊണ്ടും പഠിപ്പിക്കൽ കൊണ്ടും ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ
നിങ്ങൾ യേശുവിന് അഥവാ പിതാവിന് പ്രസാദമായുള്ളത് ചെയ്യണം. ഈശ്വരോ, ഇന്ന് വരെ ഒരു പാപി സ്വർഗത്തിൽ പോകുമെന്ന് ദൈവവചനം ആരും പ്രസംഗിച്ചിട്ടില്ല. പാപി പിന്നെ എങ്ങനെയാണ് സ്വർഗത്തിൽ പോകുന്നത്? പാപത്തിന് പരിഹാരം വരുത്തണം, പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. അല്ലെങ്കിൽ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ദൈവരാജ്യം. ഇവിടെ യേശു പറഞ്ഞ് എന്നെ ഏകനായി വിട്ടിട്ടില്ലെന്നുള്ളതാണ്. അല്ലേലിയ എന്ന് പറഞ്ഞ ഏകാന്തത എന്നത് വേദനയുടെ ഇരിപ്പിടമാണ്. ഏകാന്തത എന്നത് ഈ വേദനയുടെ ഇരിപ്പിടമാണ്. നിങ്ങൾ ഏകാന്തത അനുഭവിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് ആ ഏകാന്തതയുടെ വേദന എന്തെന്ന് മനസ്സിലാകത്തുള്ളൂ. പ്രൈസ്. ഞാൻ ഈ ദൈവത്തിനെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും ഏകാന്തതയുടെ വേദന എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈസ്. ഞാൻ ആ രീതിയിലൂടെ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഏകാന്തതയുടെ വേദന എന്നെ അലട്ടുന്ന സമയങ്ങളിലും ഞാൻ ദൈവവചനത്തോട് ചേർന്നിരിക്കുക. യേശു പറഞ്ഞതുപോലെ എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട്, ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് യേശു പറഞ്ഞതുപോലെ എനിക്കൊരു വീണ്ടെടുപ്പ് തന്നവൻ, എനിക്കൊരു രക്ഷ തന്നവൻ, എനിക്കൊരു നിത്യജീവൻ തന്നവൻ, പാപബോധം തന്നെ പാപത്തിനെ ശുദ്ധീകരിച്ച് എന്നെ വീണ്ടെടുത്ത എന്റെ കർത്താവാൻ യേശു ക്രിസ്തു എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, അല്ലേലൂയ, യേശു പറഞ്ഞതുപോലെ ഞാനും യേശുവിന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് യേശുവിനെ പിതാവ് ഏകനായി വിടാത്തതുപോലെ എന്നെയും ദൈവം ഏകനായി വിട്ടിട്ടില്ല. അതുകൊണ്ട് ഏകാന്തതയുടെ കലക്കം, അല്ലെങ്കിൽ ഏകാന്തതയുടെ വേദന അതിന്റെ ഹൃദയത്തിൽ ഇരിപ്പിടമായി മാറാതെ, അല്ലേലിയ, ഏകാന്തതകൾ കടന്നു വരുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്വസിക്കുക. പ്രൈസ്. അവിടെ കേൾക്കുന്ന മാതാവി പിതാവി, അല്ലെങ്കിൽ ഏകാന്തതയുടെ വേദനയുടെ ഇരിപ്പിടമാകുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ച് ഏകാന്തത നിങ്ങളെ അലട്ടിക്കളയാതെ ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്ത് യേശുവിനോട് ചേർന്ന് നടക്കുമ്പോൾ, അല്ലേലൂയ, നിങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് അനുഭവിക്കുന്നതിനേക്കാൾ ഏറ്റവും വലിയ മഹാസമാധാനം, മാനസിക സമാധാനം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. അല്ലേലൂയ. അപ്പൊ യേശുവില്ലാത്ത ഏകാന്തത സാത്താന്റെ പണിപ്പുരയാ. അല്ലേലൂയ. യേശുക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഏകാന്തതയാണ് നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ അത് സാത്താന്റെ പണിപ്പുരയിലാണ്. അല്ലേലൂയ. അവൻ നിങ്ങളെ തകർത്ത് കളയും, അവൻ നിങ്ങളെ നശിപ്പിച്ചു കളയും, അവൻ നിങ്ങളെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഉള്ള തന്ത്രങ്ങൾ പണിയും. അതുകൊണ്ട് നിങ്ങൾ യേശുവില്ലാത്ത ഏകാന്തതയിൽ നിങ്ങൾ ചെന്ന് സാത്താന്റെ പണിപ്പുരയിൽ എത്തരുത്. അല്ലേ? ഏകനായിരിക്കുന്നവരെ പരീക്ഷിക്കുവാനായി സാത്താൻ അടുത്തടുത്തു വരും. നിങ്ങൾ ഏകനായിട്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് വിചാരങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുതരും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ മറന്നുപോയ വിഷയങ്ങൾ പോലും നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുതരും. പണ്ടാരോ എന്തോ പറഞ്ഞ അങ്ങനെയുള്ള ചിന്തകളും പ്രതികാരങ്ങളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തും. അങ്ങനെ സാത്താൻ തന്റെ പണിപ്പുരയ്ക്കകത്ത് നിങ്ങളെ ഗോതമ്പ് പാറ്റുന്നതുപോലെ പാറ്റി, അല്ലേലൂയ, നിങ്ങളുടെ മനസ്സിന്റെ നില തകർത്തുകളെ. അല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന് വചനം പഠിക്കുന്ന ശ്രോതാവെ, ദൈവാത്മാവ് പറയുന്ന നീ യേശുവില്ലാത്ത ഏകാന്തത അനുഭവിക്കരുത്. അല്ലേലൂയ. നീ യേശുവിനോട് ചേർന്നിരുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്ന് വസിക്കണം. പ്രൈസ് ദി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിന്റെ ജീവിത ചരിത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, പലപ്പോഴും തന്നെ കർത്താവായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം ഏകാന്തതയുടെ നടുവിലൂടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കടന്നുപോയിട്ടുണ്ട്. പ്രൈസ് ദി. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവന്റെ ഏകാന്തതയുടെ നടുവിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ അതൊരു വേദനയുടെ ഇരിപ്പിടമായി മാറാൻ പൗലോസ് അവസരം കൊടുക്കാതെ, സാത്താൻ തന്നെ തന്ത്രങ്ങളിലൂടെ കുടുക്കുവാൻ ശ്രമിക്കാതെ, സാത്താന്റെ തന്ത്രങ്ങൾ വീഴാതെ പൗലോസിന്റെ ഏകാന്തതയുടെ നടുവിൽ യേശു ഉണ്ടായിരുന്നു. അല്ലേലൂയ. കാരണം പൗലോസിന്റെ ഏകാന്തത യേശുവിനോട് കൂടെയാണ്. അതുകൊണ്ടാണ് പൗലോസ് പലപ്പോഴും ഏകാന്തതയുടെ നടുവിൽ കൂടെ കടന്നു പോയപ്പോഴും പൗലോസ് എന്ന് പറയുന്ന വ്യക്തി തളരാതിരുന്നത് കൊണ്ടാണ് ദൈവാത്മാവ് ഈടുറ്റ 14ഓളം ലേഖനങ്ങളെ പൗലോസിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, ഏകാന്തയുടെ നടുവിൽ നീ സാത്താന്റെ പണിപ്പുരയ്ക്ക് പോകാതെ, പണിപ്പുരയിലാകാതെ
അവന്റെ തന്ത്രങ്ങളിൽ നീ കുടുങ്ങിപ്പോകാതെ, നീ നിരാശയിലും ദുഃഖത്തിലേക്കും പോകാതെ, ഏകാന്തത നീ യേശുവിനോട് കൂടെയാണെങ്കിൽ ചില വെളിപ്പാടുകളെ ദൈവം നിനക്ക് തരും. ചില വെളിപ്പാടുകളെ ദൈവം നിങ്ങൾക്ക് തരും. ഈ യോഹന്നാന്റെ സുവിശേഷം എഴുതിയ ഈ അപ്പോസ്തലൻ യോഹന്നാന് വേറെ 3 ലേഖനങ്ങളുള്ളത് നമുക്കറിയാം. അപ്പോൾ തന്നെ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് പുസ്തകം നമുക്കറിയാം. ഈ മനുഷ്യൻ വലിയ ഏകാന്തതയുടെ നടുവിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. യോഹന്നാനൊക്കെ വലിയ ഏകാന്തത അനുഭവിച്ചതാണ്. ഹല്ലേലൂയ. പത്മോസിന്റെ ഏകാന്തതയിൽ വളരെ വേദന അനുഭവിക്കുമ്പോൾ, വളരെ സങ്കടപ്പെടുമ്പോൾ, സാത്താന്റെ പണിപ്പുരയിലേക്ക് യോഹന്നാൻ അപ്പോസ്തലൻ പോകാതെ യേശു ക്രിസ്തുവിനോട് ചേർന്ന് ഏകാന്തത അനുഭവിച്ചത് കൊണ്ട് എന്ത് ചെയ്തു? ശക്തമായ വെളിപ്പാട് പുസ്തകം എഴുതുവാൻ യോഹന്നാനെ ദൈവം ഉപയോഗിച്ചു. അതേപോലെ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതാ, നിങ്ങൾ ഒരിക്കലും ഏകാന്തതയിലേക്ക് പോകരുത്. യേശുവില്ലാത്ത ഏകാന്തത, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ പിശാച് തകർക്കും. അതേസമയത്ത് നിങ്ങൾ യേശുവിനോട് ചേർന്ന് വസിച്ചാൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തെ സന്തോഷമാക്കിയെടുക്കുവാൻ, നിന്റെ കുടുംബത്തെ സ്വർഗമാക്കിയെടുക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് എബ്രായ ലേഖനം 13 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അപ്പൊ ദൈവത്തിന്റെ വചനമാണ് നമ്മുടെ ആശ്വാസം. അതുകൊണ്ട് യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ടും അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. പ്രൈസ്. ക്രിസ്തീയ ജീവിതം, ക്രൈസ്തവ ജീവിതം എന്നൊക്കെ പറയുന്നത് വളരെ പോരാട്ടങ്ങൾ നിറഞ്ഞതാണ്, വെല്ലുവിളികൾ നിറഞ്ഞതാണ്, പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. അത് യേശുക്രിസ്തുവിനെ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജീവിതം, തന്റെ പരസ്യ ശുശ്രൂഷയുടെ 3.5 വർഷം യേശു കടന്നുപോയ വെല്ലുവിളികളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വിവിധ സാഹചര്യങ്ങളിൽ യേശുക്രിസ്തുവിനെ തളർത്തിക്കളയത്തക്ക നിലയിൽ സാത്താൻ തന്റെ പണിപ്പുരയ്ക്കകത്തിടുവാൻ നോക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷെ യേശു ഒരിക്കലും സാത്താന്റെ തന്ത്രങ്ങളിൽ കുടുങ്ങിയില്ല. ഒരുപാട് വെല്ലുവിളികൾ, പ്രശ്നങ്ങൾ യേശുക്രിസ്തുവിന്റെ നേരെ കടന്നു വന്നപ്പോഴൊക്കെ പിതാവിനോട് ചേർന്ന് വസിക്കുക, പിതാവിന് ഇഷ്ടമായുള്ളത് പ്രവർത്തിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം ജയകരമായ ജീവിതമായിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ക്രിസ്തുവിൽ ജയജീവിതം നയിക്കണം. ക്രിസ്തുവിൽ ജയോത്സവത്തോടെ ജീവിക്കണം. ക്രിസ്തുവിൽ സൗരഭ്യവാസനയെ ജീവിക്കണം. ക്രിസ്തുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ ജീവിക്കണം. ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ ഉണർന്ന് പ്രകാശിക്കണം. ക്രിസ്തുവിനായി നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കണം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങൾ കടന്നുപോയാൽ നിങ്ങളെ തകർക്കുവാൻ സാത്താന്റെ ശക്തികൾക്ക് കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. പലരെയും സാത്താൻ തകർത്ത് കളയുന്നു, പലരെയും സാത്താൻ തന്റെ പണിപ്പുരയിലാക്കുന്നു. അങ്ങനെയുള്ളവർ ഏകാന്തയുടെ നടുവിൽ ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവർ നിരാശിതരായി മാറും, മാനസികമായി തളരും, ആത്മീയമായി തളരും. വളരെ മരണചിന്തകൾ അവരുടെ ഉള്ളിൽ വരും. മരണചിന്തകൾ വന്നു കഴിയുമ്പോൾ അവർ സ്വയം ജീവൻ ഒടുക്കിക്കളയും. ഹല്ലേലൂയ. ഇവിടെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, ഏകാന്തത നമ്മെ അലട്ടരുത്. പ്രൈസ് ദി ലോർഡ്. ഏകാന്തതയെന്ന് പറയുന്നതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഏകാന്തതയിലെ കലക്കൽ ശിഷ്യന്മാരെയും വെറുതെ വിട്ടില്ല. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വലിയ ഏകാന്തത വന്നു. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഏകാന്തത വന്നപ്പോൾ അവർ വളരെ ഭയപ്പെട്ടു പോയി. മകളെ, കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അല്ലെങ്കിൽ അടക്കപ്പെട്ടു. ഈ സമയം ശിഷ്യന്മാർ ഒറ്റയ്ക്കായി. അവർ ഒറ്റയ്ക്കായി കഴിഞ്ഞപ്പോൾ അവരെ ഏകാന്തത അലട്ടി. ആ ഏകാന്തതയെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുന്നത്. അവിടെ ഇങ്ങനെ പറയുന്നു, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആയ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ, അല്ലെങ്കിൽ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്നവരോട് പറഞ്ഞു.
പാഴ്ചവട്ടത്തിന്റെ അല്ലൊരു സ്തോത്രം 1-ാം നാൾ ആയ ആ ദിവസം നേരം വൈകിയപ്പോൾ യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാരുടെ മനസ്സിൽ വേണ്ടി ഏകാന്തത. ഹല്ലേലൂയ. ആ ഏകാന്തത മനസ്സിലാക്കിയ യേശു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് അവരോട് പറയാ, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവൻ കയ്യും വിലാപ്പുറവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഹല്ലേലൂയ. അതേ സ്നേഹിത, പലപ്പോഴും ശിഷ്യന്മാരും യഹൂദന്മാരെ ഭയപ്പെട്ടതുപോലെ നമ്മളും പലപ്പോഴും പലരെയും ഭയപ്പെട്ട അനുഭവങ്ങൾ വരാം. ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, യഹൂദന്മാർ അല്ലലിയ സ്തോത്രം അല്ലലിയ യേശുക്രിസ്തുവിനോട് ചോദിച്ച പോലുള്ള ചോദ്യവും അല്ലേലിയ നിങ്ങളും ഒരുപക്ഷെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. യഹൂദന്മാർ ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം. അല്ലേലിയ. എന്നാൽ യേശുക്രിസ്തുവിന്റെ മറുപടി വാക്കുകൾ നാം ശ്രദ്ധിക്കണം. പ്രൈസ് ദി ലോർഡ്. ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ച് ഇരുന്നതുപോലെ നിങ്ങളെ ആത്മീയ ജീവിതത്തിൽ നിങ്ങളും പലപ്പോഴും പലരെയും ഭയപ്പെട്ടിട്ടില്ലേ? ഇന്ന് നിങ്ങൾ പലരെയും ഭയപ്പെടുന്നില്ലേ? അതെ, നീ അങ്ങനെ ഭയപ്പെടുന്ന ആളിൽ ഏകാന്തതയിലേക്ക് തള്ളിവിടാതെ നിന്റെ അരികിൽ വന്ന് നിനക്ക് സമാധാനം തരുന്നതാണ് യേശു. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ശ്രോതാവി, നിനക്ക് സമാധാനം തരുന്നവൻ യേശുവാണ്. ഹല്ലേലൂയ. നിനക്ക് സമാധാനം തന്നതിനെ ആശ്വസിപ്പിക്കുവാൻ ഒരുവൻ ഈ ലോകത്തിൽ ഉണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. രക്തം ചെയ്യും. ഹല്ലേലൂയ. ജീവിതം എന്ന് പറയുന്നത് ഒരിക്കൽ മാത്രമാണ്. രണ്ടാമത് നമുക്കൊരു ജീവിതം കിട്ടില്ല. ഒരിക്കൽ നമുക്ക് കിട്ടിയ ജീവിതം, ആ ജീവിതത്തിൽ നാം ക്രിസ്തുവിനെ അറിഞ്ഞു കഴിയുമ്പോൾ, ക്രിസ്തുവിനെ നാം അനുഗമിക്കുമ്പോൾ, യഹൂദന്മാരെ അല്ലലിയ ശിഷ്യന്മാരെ ഭയപ്പെടുത്തിയതുപോലെ നമ്മളെയും പലരും ഭയപ്പെടുത്താൻ ശ്രമിക്കും. ഹല്ലേലൂയ. ആ സാഹചര്യത്തിലൊക്കെ നമ്മൾ ആത്മാവിൽ നിറഞ്ഞോണം കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ ദൈവവചനം പറയുന്നത് ഹല്ലേലൂയ, ഏകാന്തതയിൽ കലക്കം ശിഷ്യന്മാരെയും വെറുതെ വിട്ടില്ല. യേശുക്രിസ്തു ക്രൂശിൽ തറയ്ക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർ ഏകാന്തതയിൽ വളരെ ബാധിക്കപ്പെട്ടു. യഹൂദന്മാർ തങ്ങൾക്ക് എന്തു ദോഷം വരുത്തുമോ എന്ന് കരുതി അവർ കലങ്ങിക്കൊണ്ടിരുന്നു. ഭയം അവരെ ആക്രമിച്ചതിനാൽ അവർ വാതിലടച്ച് അകത്തിരുന്നു. ഹല്ലേലൂയ. ഈ യഹൂദന്മാരെന്താ ചെയ്യാൻ പോകുന്നത്? ഞങ്ങളെ ആക്രമിക്കുവോ, ഉപദ്രവിക്കുവോ, ഞങ്ങൾക്കിനി ജീവനോടെ നിൽക്കാൻ പറ്റുകയോ, മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് വളരെ ഭയം ശിഷ്യന്മാരുടെ ഉള്ളില. അങ്ങനെ അവര് കഥ കടച്ചിരുന്നു പറയാനേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതിന്റെ നടുവിലല്ലേ യേശു വന്നത്? ആ ഏകാന്തതയുടെ നടുവിലല്ലേ യേശു ഇറങ്ങി വന്നത്? എന്നെ കേൾക്കുന്ന മാതാപി പിതാവ്, നിന്റെ ഏകാന്തതയുടെ നടുവിൽ ഇറങ്ങി വരുന്ന യേശുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ജീവിതത്തിൽ ഒറ്റപ്പെട്ട അനുഭവമാണോ? നീ സങ്കടപ്പെടുന്ന അനുഭവമാണോ? എല്ലാവരും ഇതിനെ വെറുത്ത അനുഭവമാണോ? എല്ലാവരും ഇതിനെ തള്ളിക്കളഞ്ഞ അനുഭവമാണോ? കുടുംബത്തിൽ നീ ഒറ്റപ്പെട്ട അനുഭവമാണോ? ജീവിതത്തിൽ നീ ഒറ്റപ്പെട്ട അനുഭവമാണോ? ശുശ്രൂഷയിൽ നീ ഒറ്റപ്പെട്ട അനുഭവമാണോ? നീ ഏത് മേഖലയിൽ ഒറ്റപ്പെട്ടിരിക്കുന്നോ അതിന്റെ നടുവിൽ നീ ഈ ലോകത്തെ ഭയപ്പെടരുത്. നിന്നോട് ചേർന്നിരുന്ന് നിനക്ക് സമാധാനം തരുവാൻ യേശുവുണ്ട്. രക്തം ചെയ്യും. എന്റെ ഏരിയ. അപ്പൊ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കണ്ട കർത്താവ് തക്ക തുണയെ ആദമിനുണ്ടാക്കി കൊടുത്തു എന്നാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. സൃഷ്ടിയിൽ തന്നെ മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ലെന്ന് കർത്താവിന് തോന്നി. അതുകൊണ്ടാണ് ആദമിന് ദൈവം തക്കതായ തുണയെ ഉണ്ടാക്കി കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഏകനായിരിക്കുന്നവരെ സഹായിക്കുവാനായി ഹല്ലേലൂയ തന്റെ മാധുര്യമേറിയ സാന്നിധ്യം, യേശുവിന്റെ സ്നേഹം നമ്മളെ തേടിയെത്തും. ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏകനായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ, സമാധാനം തരുവാൻ, സ്നേഹം തരാൻ വേണ്ടിയിട്ട് യേശു നിങ്ങളുടെ അരികിൽ വന്ന ഏതെങ്കിലും സാഹചര്യം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സ്നേഹിതനാണ്, നമ്മുടെ ഏകാന്തതയിൽ യേശു നമ്മുടെ അരികിൽ വരും, നമ്മെ ചേർത്ത് പിടിക്കും. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നമ്മെ ആശ്വസിപ്പിക്കും. നമ്മെ മാറോട് ചേർത്ത് പിടിക്കും. രക്തം ചെയ്യും.
നമ്മുടെ വലം കൈ പിടിച്ച് നടത്തും, നമ്മളെ ഉള്ളം കരങ്ങളിൽ വഹിക്കും. ആ മുറിവേറ്റ കരം നമുക്ക് അനുകൂലമായതുകൊണ്ട് ഞാൻ നിങ്ങൾ ഒരിക്കലും തകർന്നു പോകരുത്. രക്തം ചെയ്യും ഫ്രൈസറോ. അത് യേശു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ലോകത്തെ നമ്മൾ ഭയപ്പെടേണ്ട, ഏകാന്തതയെ നമ്മൾ ഭയപ്പെടേണ്ട. അപ്പൊ യാക്കോബ് ഒറ്റയ്ക്ക് യാത്ര പോകുന്ന സമയത്ത്, നമുക്കറിയാം യാക്കോബ് ഒറ്റയ്ക്ക് യാത്ര പോകുന്ന സമയത്ത് ഹല്ലേലൂയ പ്രൈസറോ, അവന്റെ ഹൃദയം കലങ്ങി. ഹല്ലേലൂയ. വളരെ ഭയം യാക്കോബിന്റെ ജീവിതത്തിൽ വന്നു. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഉൽപ്പത്തി പുസ്തകം ഹല്ലേലൂയ 32-ാം അധ്യായം 2-ാം വാക്യം വായിക്കുമ്പോഴാണ് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യാക്കോബ് അവരെ കണ്ടപ്പോൾ, ഹല്ലേലൂയ, യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞ് ഈ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. യാക്കോബിന് വലിയ ഭയം നേരിടും, ഒറ്റപ്പെട്ട അനുഭവങ്ങൾ, ഏകാന്തത വന്നു. ആ സമയത്താണ് ദൈവം ഒരു വലിയ സേനയെ യാക്കോബിന് വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. അതിന്റെ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഗിലെയാദ് പർവ്വതത്തിൽ നിന്ന് കാനാൻ നാട്ടിലേക്ക് യാത്ര തിരിച്ച യാക്കോബിനെ ദൈവത്തിന്റെ ദൂതന്മാർ ഇവിടെ എതിരേൽക്കുക. മഹനീം എന്ന വാക്കിന് ഇരട്ടപ്പാളയങ്ങൾ എന്നാണ് അർത്ഥം. കനാൻ നാട്ടിലേക്ക് കുടുംബസമേതം പ്രവേശിക്കുന്ന യാക്കോബിന് ദൈവത്തിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കും എന്ന് ഉറപ്പ് നൽകിയതാണ് അവിടെ ആ ദൈവത്തിന്റെ സേന വെളിപ്പെട്ടത്. അല്ലേ? അപ്പൊ യാക്കോബിന്റെ യാത്രയിൽ, യാക്കോബിന്റെ ജീവിതത്തിൽ കലക്കങ്ങൾ വരാതിരിക്കുവാൻ, ഹല്ലേലൂയ, താൻ ഒറ്റപ്പെട്ടു പോകാതെ, ഹല്ലേലൂയ, ആ കാനാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ ദൈവത്തിന്റെ സേന തന്നോട് കൂടെയുണ്ടെന്ന് ദൈവത്തെ വെളിപ്പെടുത്തുക. അതാണ് ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ദൈവദൂതന്മാരുടെ പ്രത്യക്ഷത അവിടെ ഉണ്ടാകുക. യാക്കോബിനോട് കൂടെയുള്ള സംഘവും ദൈവദൂതന്മാരുടെ സംഘവും ഒരുമിച്ച് കണ്ടുമുട്ടിയ സ്ഥലം എന്ന നിലയിലാണ് ആ സ്ഥലത്തിന് മഹനീയം, ഹല്ലേലൂയ, എന്ന് പേരിട്ടത്. ഹല്ലേലൂയ. യാക്കോബ്, ഹല്ലേലൂയ, സ്തോത്രം, ആ സ്ഥലത്ത് മഹനീയം എന്ന് പറയാനും കാണുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളുടെ ഒറ്റപ്പെട്ട യാത്രയിൽ, നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. യാക്കോബിന്റെ ആ ഒറ്റപ്പെട്ട കലക്കത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ സേനയെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ നിനക്കും ദൈവത്തിന്റെ ആ വലിയ സേനയുടെ ആ സംരക്ഷണം ഉണ്ടെന്ന് വ്യക്തം ചെയ്യും. 34-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ടല്ലോ, തന്റെ ഭക്തന്മാർക്ക് ചുറ്റും യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയം ഇറങ്ങി വിടുവിക്കുന്നു. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയട്ടെ സഹോദര സഹോദരി ശ്രോതാവേ, നീ ഒറ്റയ്ക്കല്ല. ആയിരക്കണക്കിന് ദൈവത്തിന്റെ ദൂതന്മാർ, ദൈവത്തിന്റെ സേനകൾ നിനക്ക് ചുറ്റുമുണ്ട്. വ്യക്തം ചെയ്യും. യാക്കോബ് ഒറ്റയ്ക്ക് യാത്ര പോകുന്ന സമയത്ത് അവന്റെ ഹൃദയം കലങ്ങി. യാക്കോബിന് കലക്കവും ഭയവും ഉണ്ടായി. അത് നീക്കുവാൻ വേണ്ടി കർത്താവ് തന്റെ ദൂതന്മാരെ വലിയ സൈന്യമായി അയച്ചു. അത് കണ്ടപ്പോൾ യാക്കോബ് ദൈവത്തിന്റെ സേനയെന്ന് പറഞ്ഞ് ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. ഹല്ലേലൂയ. ഞാൻ വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ, വിശ്വാസ ജീവിതം നിങ്ങൾ തളർന്നു പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ തളരരുത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ നിരാശ കടന്നു വരാം, സങ്കടം കടന്നു വരാം, കണ്ണുനീരിന്റെ അനുഭവം ഉണ്ടായിരിക്കാം, സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടായിരിക്കാം, വലിയ വെല്ലുവിളികൾ ഉണ്ടായിരിക്കാം, ദേശത്തിന്റെ പോരുകൾ കടന്നു വന്നേക്കാം, സാത്താൻ പല വിധത്തിൽ നിങ്ങളെ ആക്രമിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളെ തളർത്തിക്കളയുന്ന, ഏകാന്തത അനുഭവിക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ആ സമയത്തിൽ നീ യേശുവിനെ നോക്കണം. എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്, ഞാൻ അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ലെന്ന് യേശു പറഞ്ഞതുപോലെ, യേശുവിൽ പിതാവും പിതാവിൽ യേശുവും വസിച്ചതുപോലെ നമ്മളിൽ യേശുവും നമ്മൾ യേശുവിലും വസിക്കണം. ഹല്ലേലൂയ. പ്രിയരേ, നിങ്ങൾ ഏകാന്തത അനുഭവിച്ച സമയങ്ങളിലൊക്കെ നിങ്ങളുടെ കൂടെ യേശു ഉണ്ടായിരുന്നു. രക്തം ജയം. ഹല്ലേലൂയ. അതാ നീ തളരാതിരുന്നത്. ഹല്ലേലൂയ. അതാ നീ ക്ഷീണിച്ചു പോകാതിരുന്നത്.
നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ ആർക്കും കഴിയില്ല. നിന്റെ കണ്ണുനീര് തുടയ്ക്കുവാൻ, നിന്റെ കണ്ണുനീരൊപ്പാൻ, നിന്റെ വേദന അറിയുവാൻ, നിന്റെ സങ്കടം കാണുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ വലകൈ പിടിക്കുവാൻ, അല്ലെങ്കിൽ നിന്നെ താങ്ങി നിർത്തുവാൻ അല്ലെങ്കിൽ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. രക്തം ചെയ്യണം. അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലേ, ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ ഒരുപാട് അനുഭവത്തിലൂടെയും കൂടെ പറയുന്നത്. അല്ലേ, ദൈവത്തിന്റെ വചനമാണ് പ്രിയരെ എന്നെയൊക്കെ നിലനിർത്തുന്നത് പറയുന്നത്. ഈ ദൈവവചനം ഇല്ലായിരുന്നുവെങ്കിൽ, ഈ കർത്താവിന്റെ കരുതലില്ലായിരുന്നെങ്കിൽ, എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ അവന് പ്രസാദമുള്ളത് ചെയ്യാതെ ഞാൻ കലങ്ങി മറിഞ്ഞു പോയിരുന്നെങ്കിൽ ഞാൻ പണ്ടേ തകർന്ന തരിപ്പണമായി പോയനെ. പ്രൈസ്. പക്ഷെ ഏകാന്തതയെ അതിജീവിക്കാൻ വേണ്ടിയിട്ട്, ഏകാന്തതയിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ദൈവം എന്നോട് കൂടെ ഇരിക്കുന്നു. രക്തം ചെയ്യും. അതെ, ആ കർത്താവ് നിന്നോട് കൂടെയുണ്ട്. രക്തം ചെയ്യും. വീണ്ടും നാം ദൈവത്തിന് പലവിധ പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും. പലവിധമായ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന് നിങ്ങളുടെ ഹൃദയത്തെ കലക്കും. പിശാച് നിങ്ങൾ നിൽക്കുന്ന ദേശത്ത് അല്ലേലിയ ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം. നിങ്ങൾ നിൽക്കുന്ന സംഘടനയില് ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം. നിങ്ങൾ നിൽക്കുന്ന സമുദായത്തില് ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം. നിന്റെ ജോലി സ്ഥലത്ത് ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം. നിന്റെ കുടുംബത്തിൽ ഒരുപാട് പോരാട്ടങ്ങൾ കടന്നു വരാം. നിന്റെ ബന്ധുമിത്രാദികൾ നിന്നെ ആക്രമിച്ചേക്കാം. അല്ലേലിയ കൂട്ട് സഹപ്രവർത്തകർ നിനക്കെതിരെ നാമേലിൽ നിന്നും വാക്കുകൾ പറഞ്ഞേക്കാം. പലരും നിന്നെ കുറ്റപ്പെടുത്തിയേക്കാം. അല്ലേലിയ അങ്ങനെയുള്ള ഏകാന്തത നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അല്ലേലിയ കർത്താവായ യേശു ക്രിസ്തുവിനെ നീ വിശ്വസിക്കണം. അല്ലേലിയ യേശുവിൽ മാത്രമേ നമുക്ക് ആശ്വാസം കണ്ടെത്താൻ കഴിയൂ. അപ്പൊ നിന്റെ ഏകാന്തതയിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, നീ ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിനെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമി ജനിച്ചത് തന്നെ. അല്ലേലിയ യേശുവിന്റെ ജനനം നിന്നെ ഏകാന്തത വിടിവിക്കാനായിരുന്നു. യേശുവിന്റെ ജനനം നിന്റെ ഏകാന്തതയിൽ നിന്നെ പുറത്തെടുക്കാനായിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും ജനനം നീ പ്രാപിക്കുമ്പോൾ, ക്രിസ്തു നിന്റെ ഹൃദയത്തിൽ ജനിക്കുമ്പോൾ നിന്റെ ഏകാന്തതയിൽ യേശു നിന്നെ പുറത്തെടുക്കും. അതുകൊണ്ടാണ് അതിന്റെ സ്തോത്രം. നമ്മൾ ഈ ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതി. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 4:18 ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്ലേ, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രഖ്യാപിക്കുവാനും പീഡിതരെ വിടിവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. വേണ്ടോ, ഏകാന്തതയിൽ ഇരിക്കുന്നവരെ, പീഡനം അനുഭവിക്കുന്നവരെ, ദുഃഖിതരായിരിക്കുന്നവരെ വിടിവിപ്പാൻ ഹല്ലേലൂയ യേശു ക്രിസ്തു ജനിച്ചു എന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. യെശയ്യാപ്രവാചകന്റെ പുസ്തകം ഹല്ലേലൂയ 61-ാം അധ്യായം വായിച്ചാലും ഇത് തന്നെ കാണാൻ കഴിയും. ഹല്ലേലൂയ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായം വായിച്ചാലും എളിയവരോട് സദ്വർത്തമാനം അറിയും ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്യക്കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. ഇവിടെ പറയുന്ന ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും സിയോന്റെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലിയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പേ രേഖപ്പെടുത്തിയ വചനം യേശുക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി അത് പൂർത്തീകരിക്കുക. അതാണ് ലൂക്കോസ് സുവിശേഷം 4:18 യേശു ആ വചനം എടുത്തുദ്ധരിക്കുന്നത്. അത് നിന്റെ ഏത് ഏകാന്തതയുടെ നടുവിലും നിന്നെ രക്ഷിപ്പാനാണ് യേശു ഭൂമി ജനിച്ചത്. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന എല്ലാ വെല്ലുവിളിയുടെ നടുവിലും നിന്നെ രക്ഷിപ്പാൻ യേശു ജനിച്ചത്. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം നിന്റെ ഏകാന്തതയെ മാറ്റുവാനായിരുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ ജനനം നിന്റെ ഒറ്റപ്പെടുത്തലുകളെ നീക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു.
അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന സഹോദര സൗരി, നീ ഒറ്റയ്ക്കല്ല, നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഫ്രൈസോ, യേശുവിനെ നീ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ക്രിസ്തുവിൽ വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിന്നെ ഏകനായി കർത്താവ് വിടത്തുമില്ല. യേശു നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഫ്രൈസോ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് കൂടെ എപ്പോഴും കാണത്തില്ല, നിങ്ങളുടെ ഭാര്യ എപ്പോഴും നിങ്ങളോട് കൂടെ കാണത്തില്ല, നിങ്ങളുടെ മക്കൾ നിങ്ങളോട് കൂടെ എപ്പോഴും കാണത്തില്ല, നിങ്ങളുടെ ഉറ്റ ഫ്രണ്ട് പോലും നിങ്ങളോട് കൂടെ എപ്പോഴും കാണത്തില്ല. അല്ലേറിയ, എന്നാൽ നിങ്ങളുടെ ഊണിലും ഉറക്കത്തിലും നിങ്ങളുടെ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ കൂടെയുള്ളവൻ യേശു മാത്രമാണ്. അവൻ 24 മണിക്കൂറും, അല്ലെങ്കിൽ ആഴ്ചയിൽ 7 ദിവസവും, മാസത്തിൽ 30 ദിവസവും, വർഷത്തിൽ 365 ദിവസവും യേശു നിന്നോട് കൂടെയുണ്ട്. യേശു ഒരു മണിക്കൂർ പോലും, ഒരു മിനിറ്റ് പോലും നിന്നിൽ നിന്ന് അകന്നിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ ഭൂമിയിലുള്ള സുഹൃത്തുക്കളൊക്കെ വന്നും പോയി നിൽക്കുന്നവരാ. ഭൂമിയിലെ സ്നേഹമൊക്കെ വന്നും പോയി നിൽക്കുന്നവ. എന്നാൽ യേശു അങ്ങനല്ല, യേശു നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉള്ളത് കൊണ്ട്. പ്രൈസ് ലോർഡ്. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? എന്നെ വീണ്ടെടുത്തവൻ എന്നോട് കൂടെയുള്ളതുകൊണ്ട്, എന്റെ പാപം ക്ഷമിച്ചു തന്നവൻ എന്നോട് കൂടെയുള്ളതുകൊണ്ട്, എന്റെ പാപത്തിന് ശുദ്ധീകരണം വരുത്തിയവൻ എന്നോട് കൂടെയുള്ളതുകൊണ്ട്, ശാപത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, മന്ത്രവാദത്തിൽ നിന്ന്, ആഭിചാര കെട്ടുകളിൽ നിന്ന്, ദേശത്തിന്റെ ശക്തികളിൽ നിന്ന്, വരത്തുപോക്കുകളിൽ നിന്ന്, സാത്താന്റെ പണിപ്പുരയിൽ നിന്ന് എന്നെ വീണ്ടെടുത്തവൻ എന്നോട് കൂടെയുണ്ടെന്ന് പറയുവാൻ കഴിയുമോ? രക്തം ചെയ്യും. അങ്ങനെ നീ പറയുവാണെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, അതിന്റെ നടുവിലും ദൈവം പ്രവർത്തിക്കും. പ്രൈസലോ, അതിന്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് നിന്നെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈസലോ, എന്നെ കേൾക്കുന്ന മാതാവേ പിതാവ്, യേശുവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. അത്ര ഇഷ്ടമുള്ളത് ആദ്യ ഭൂമിയിൽ. നിങ്ങളെ യേശു ഇഷ്ടപ്പെടുന്നവർ വേറെ ആരും ഇഷ്ടപ്പെടത്തില്ല. ലേലിയ. പ്രൈസലോ, ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മൾ താഴ്ന്നു കൊടുക്കാം. പ്രൈസലോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. യേശു ദൈവത്തിന് പ്രസാദമായുള്ളത് ചെയ്തതുപോലെ നിങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിന് പ്രസാദമായുള്ളത് ചെയ്യണം. ലേലിയ. നിങ്ങളെല്ലാം ഇപ്പോഴും അവന് യേശുവിന് പ്രസാദമായുള്ളത് ചെയ്ത് കൊണ്ട് നടന്നാൽ യേശു നിങ്ങളെ ഏകനായി വിടുകയില്ല. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് ഈ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക്, ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക്, ലോകത്തിന്റെ സുഖലോലുപങ്ങളിലേക്ക് നീ വീണു പോകാതെ, കൂട്ടുകാരോടൊപ്പം കൂട്ടുചേർന്നിരുന്ന് നീയും വഷളായി പോകാതെ, ഈ ലോകത്തിന്റെ പാപത്തിന്റെ മാലിന്യങ്ങൾക്കകത്ത് വീഴാതെ, ചെളിക്കുണ്ടിൽ വീണു പോകാതെ, ഹല്ലേലൂയ, നീ എപ്പോഴും കർത്താവിന് പ്രസാദമായുള്ളത് ചെയ്തുകൊണ്ട് നടന്നാൽ, ഹല്ലേലൂയ, അവൻ നിന്നെ ഒരിക്കലും ഏകനായി വിടുകയില്ല. രക്തം ചെയ്യണം. ഈ വചനമൊക്കെ നമ്മൾ വായിക്കുമ്പോഴാണ് ഹല്ലേലൂയ നമുക്ക് സന്തോഷിപ്പാൻ കഴിയുന്നത്. ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ഏകാന്തതയിൽ നിങ്ങൾ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ യേശുവിലേക്ക് നോക്കണം. യേശുവിനെ നോക്കി വിളിക്കണം, പ്രാർത്ഥിക്കണം. അപ്പോൾ നിങ്ങളുടെ കലക്കം മാറി ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാകും. ഹല്ലേലൂയ. കോഴി പോലും തന്റെ കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടാതെ ഓടിച്ചെന്ന് അവയെ തന്റെ ചിറകിനടിയിൽ കാത്തു സൂക്ഷിക്കുന്നു. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് വിടത്തില്ല. പരുന്ത് തട്ടിയെടുക്കാതെ, കഴുകൻ തട്ടിയെടുക്കാതെ, പുള്ളുകൾ കാക്കകൾ റാഞ്ചിക്കൊണ്ട് പോകാതെ, തള്ളക്കോഴി ചെറിയ അനക്കങ്ങൾ കേൾക്കുമ്പോഴും തന്റെ ചിറകുകൾ വിരിച്ച് കുഞ്ഞുങ്ങളെ ആ ചിറകിൽ സുരക്ഷിതമായി സൂക്ഷിക്കുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, രാത്രി മുഴുവൻ തള്ളക്കോഴിയുടെ ചിറകിനടിയിൽ കുഞ്ഞുങ്ങൾ ആമി സുരക്ഷിതമായി ഇരിക്കുന്നത് പോലെ, ഹല്ലേലൂയ, നിങ്ങളും കർത്താവിനോട് ചേർന്നിരിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തൻ നിഴലിൽ പാർക്കണം. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് പരുന്തിനെയും പാമ്പുകളെയും പേടിക്കാതെ അതിന്റെ തള്ളക്കോഴിയുടെ ചിറകിൽ കുഞ്ഞുങ്ങൾ ആശ്വസിച്ച് ആശ്വാസം കണ്ടെത്തുന്നത് പോലെ, ഹല്ലേലൂയ, നിങ്ങളും അത്യുന്നതന്റെ മറവിൽ വസിക്കണം. 91 സങ്കീർത്തനം വായിക്കണം. ഹല്ലേലൂയ. നമ്മെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്രമാത്രം ആശ്വാസം നൽകുവാൻ, എത്രമാത്രം ആശ്വാസം ലഭിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നോ അത്രമാത്രം നിങ്ങൾ യേശുവിനോട് ചേർന്നിരിക്കണം. അത്യുന്നതന്റെ മറവിൽ വസിക്കണം. സർവശക്തി നിലയിൽ പാർക്കണം.
ഹല്ലേലൂയ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന മാതാപിതാവേ, തളർന്നു പോകരുത് കേട്ടോ. ഞാൻ വായിച്ച വചനത്തിലേക്ക് വന്നിട്ട് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. വായിച്ച വചനം എന്താണ്? യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം എൻ്റെ 29-ാമത്തെ വാക്യമാണ്. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ ഇപ്പോഴും അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർക്ക് പലപ്പോഴും യേശു പറയുന്നത് മനസ്സിലാക്കാതെ വരുമ്പോൾ, അവർ കുടുക്ക് ചോദ്യങ്ങൾ ചോദിച്ച് യേശുവിനെ കുടുക്കിൽപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ, ഈ കാലഘട്ടത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ, നാം കുടുക്കി ചോദ്യങ്ങളിൽ കുടുങ്ങിപ്പോകാതെ യഹൂദന്മാരെ പോലെയാകാതെ നമ്മൾ യേശുവിനോട് ചേർന്ന് വസിക്കണം. അവന് പ്രസാദമായുള്ളത് ചെയ്താൽ എന്നെ കേൾക്കുന്ന മാതാവി, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. അത് ആരെങ്കിലും വേദന, സങ്കടം, ദുഃഖം, ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഒറ്റപ്പെട്ടു പോയെന്നൊക്കെ ചിന്തിച്ച് മനസ്സ് കലങ്ങുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിനോട് ചേർന്നിരിക്കാൻ കഴിയുമോ? യേശുവിനോട് ഇതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ആ സാന്നിധ്യം നിനക്കൊന്ന് അനുഭവിക്കണം എന്ന് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ഏകാന്തതയിൽ, എൻ്റെ കലക്കങ്ങൾ നടുവിൽ, എൻ്റെ വ്യസനത്തിനടുവിൽ, ഞാൻ ഭയപ്പെടുന്ന നാളിൽ ഞാൻ വേദനിക്കപ്പെട്ടു പോകാതെ, നിരാശനായി മാറാതെ, യേശുവിനോട് ചേർന്ന് പിതാവുണ്ടായിരുന്ന പോലെ അങ്ങനോട് ചേർന്ന് വസിക്കണമേ, ഞാൻ അങ്ങയോട് ചേർന്ന് വസിപ്പാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ കേരളത്തിലെ 3.25 കോടി ജനങ്ങളും തലമുറകളും എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികളെ, ഭാരതത്തിൽ കർത്താവ് 21 സംസ്ഥാന 7 ദിവസങ്ങളായി 140 കോടിയിലധികം വരുന്ന ജനത്തിനായി, ലോകരാജ്യങ്ങൾ 7 ഭൂഖണ്ഡങ്ങളിലായി, തെക്കേ അമേരിക്കയിൽ, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക 7 ഭൂഖണ്ഡങ്ങളിലായി അവ 800 കോടിയിലധികം ജനത്തിനായി, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവർ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസി മേഖലയിൽ ഭരിക്കുന്ന ജനത്തെ, ഭാവി സകല ജനത്തെയും ഞങ്ങളങ്ങനെ കരങ്ങൾ ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കൂടുതലോട്ട് കൗരിക്കണ്ണായി അങ്ങയുടെ കരങ്ങളിലേക്ക് ജനത്തെ ഏൽപ്പിക്കുകയാണ്. കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, അല്ലൊരു ഞങ്ങളുടെ അതിർത്തികൾക്കാക്കുന്ന BSF, CRPF, വല്ലുരിയ ഞങ്ങളുടെ കർത്താവ് സ്തോത്രം, വലിയ കമ്മിയുടെ ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രഹസ്യാന്വേഷണങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷനുകൾ, ജുഡീഷ്യറിക്കായി, വിവിധ വകുപ്പുകൾക്കായി, ദൈവം കരയിലും കടലും ആകാശമാർഗം വാഹനം ഓടിക്കും, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ, വാഹനങ്ങൾ സെയിൽസ് ചെയ്യുന്നവർ, കടലോരവാസികൾ, തീരദേശവാസികൾ, മത്സ്യബന്ധനായി കടന്നു പിടിക്കുന്നവർ, കടലിലെ ആഴങ്ങളിലും കർത്താവ് ഖനികളിലും കമ്പനികളിലും ഒക്കെ ഫാക്ടറി ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ വ്യാപാരികളും, വ്യവസായികളെയും, വഴിയോര കച്ചവടക്കാരെ, എല്ലാ ക്ഷീരമേഖലയും ജോലി ചെയ്യുന്നവർക്കായി, കാർഷികമായി ജോലി ചെയ്യുന്നവർ, ചെറുതും വലുതുമായ എല്ലാ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സിനെയും, ഹെവി വാഹനം ഓടിക്കുന്നവരെ, ട്രേഡിംഗ്, കൺസ്ട്രക്ഷൻ, മെക്കാനിക്, മോട്ടോർ രംഗത്ത് ആയിരിക്കുന്നവർ, എല്ലാ സഹകരണമേലും, പുതുമയിലും, ആരോഗ്യമേലും, വിദ്യാഭ്യാസ, സാമ്പത്തികമേലും, ബാങ്കിങ് മേഖലയിലായിരിക്കുന്നവർ, ഈ സ്തോത്രമല്ലേ എല്ലാ മത, സാമൂഹിക, സാംസ്കാരിക സംഘടന, ചരിത്ര, മാധ്യമ, മീഡിയ രംഗങ്ങളായിരിക്കുന്നത് എല്ലാ സയന്റിസ്റ്റ്, എഞ്ചിനീയർമാരും ഞങ്ങൾ ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. ശൈശവത്തിൽ, ബാല്യത്തിൽ, കൗമാരി, യുവനത്തിൽ, വാർത്ത, നിരാനുഭവത്തിൽ, അസമയാചകർ, ഓർഫനേജ്, ജീവിത തടവറയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഷ്ടം സഹിക്കുന്ന, വേദന കടന്നു പോകുന്ന, ഏകാന്തത അനുഭവിക്കുന്നവരെ, മദ്യത്തിനും മയക്കുവിനും മനസ്സിലേക്കരിപ്പുന്ന അടിമപ്പെട്ട് ജീവിക്കുന്നവർ, ഹല്ലേലൂയ, കർത്താവ്, നിരീശ്വരവാദി, യുക്തിവാദി, തീവ്രവാദികൾ, ഭീകരവാദികൾ ഒക്കെ നിങ്ങൾ സന്ദർശിപ്പാൻ ദൈവരങ്ങൾ ഏൽപ്പിക്കുന്നു. പലരും ഏകാന്തതയിൽ, കണതിന്റെ നിലവിൽ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, വിവിധ തലത്തിൽ നിരാശകൾ, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരെ ഇതുപോലെ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിദേശ രാജ്യ ജോലിക്ക് കടന്നവർ, മണലാടിത് കഷ്ടപ്പെടുന്നവർ, സാമ്പത്തികം ഇല്ലാതെ ഭാരപ്പെടുന്നവർ, വിസ നഷ്ടപ്പെട്ടവർ, വിസ പുതുക്കി കിട്ടാൻ ഭാരപ്പെടുന്നവർ, പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയവർ, അല്ലെങ്കിൽ സാലറി കിട്ടാതെ ഭാരപ്പെടുന്നവരുണ്ടല്ലോ, വിദേശരാജ്യ ജോലി പോയി പീഡനമില്ല, സഹോദരന്മാരെ, വിദേശ രാജ്യങ്ങൾക്ക് കടന്നുപോയി മദ്യത്തിനും മയക്കും ലഹരിക്ക് അടിപ്പെട്ടു പോയവർ, ജയിലിൽ കവിൽക്കസ് അകപ്പെട്ട് കിടക്കുന്നവരെ എല്ലാം ഞങ്ങൾ ഓർക്കുന്ന ഹല്ലേലൂയ. കർത്താവ് ജനത്തിന് വിടൽ കൊടുക്കണമേ, ആശ്വാസം കൊടുക്കണമേ. തകർന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ ജനത്തിനെ പകരുവാൻ, ബിസിനസ്സിൽ തകർന്നവർ, കൃഷിയിൽ തകർന്നവർ, ജീവിതത്തിൽ തകർന്നവർ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടവർ, മക്കളെ കൊണ്ട് ഭാരം അനുഭവിക്കുന്നവർ, സങ്കടങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവിയുടെ എല്ലാ ഏകാന്തതയ്ക്കും മാറ്റം കൊടുക്കുവാൻ, ആശ്വാസം കൊടുക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം ജനത്തോട് കൂടെ ഇരിക്കണമേ. അല്ലൊരു യേശുവിനോട് കൂടെ പിതാവിന്റെ സാന്നിധ്യം ഉണ്ടായതുപോലെ ഈ ജനത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സകല നിരാശകൾ, ഒറ്റപ്പെടും സങ്കടങ്ങളും മാറിപ്പോകട്ടെ. ജനത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിടിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.